ഹായ് ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിന് ഈ ഒരു പാറ്റേൺ പ്രകാരമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്, എത്ര മാർക്കിനൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ടോട്ടൽ 100 മാർക്കിലാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് 51 ക്വസ്റ്റ്യൻസ് ആണ് ബിസിനസ് സ്റ്റഡീസിൽ ടോട്ടൽ ഉണ്ടായിരിക്കുക. 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും 1 മാർക്കിന്റെ. 21 മുതൽ 35 വരെ നിങ്ങൾക്ക് വരുന്നത് 2 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നത് 36 മുതൽ 41 വരെ 2 മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. വെരി ഷോർട്ട് ക്യാരിങ് ക്വസ്റ്റ്യൻസ് ക്യാരിങ് 2 മാർക്സ് ആണ് വരുന്നത്. പിന്നെ 42 മുതൽ 47 വരെ നിങ്ങൾക്ക് വരുന്നത് 3 മാർക്കിന്റെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്നത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 48 മുതൽ 51 വരെയുള്ള ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾ 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത് 80 മുതൽ 120 വേർഡ്സ് വരെയാണ് ഇതിന്റെ ആൻസേഴ്സ് എഴുതേണ്ടത്. ഇതിന്റെ ഓരോ ചോദ്യവും കണ്ടോ, 1 മുതൽ 20ാമത്തെ ക്വസ്റ്റ്യൻ വരെ 1 മാർക്കിന്റെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സിന്റെ ഓപ്ഷൻസും ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തന്നിട്ട് അതിന് സബ് ക്വസ്റ്റ്യൻ നിങ്ങൾ അതിന്റെ ആൻസർ ഇതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ആണ് എഴുതേണ്ടത്. ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഓർ ക്വസ്റ്റ്യൻ ഉള്ളിടത്ത് 2 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് 1ന്റെ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അപ്പം 20ാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് ഇതുപോലെ 1 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ഇവിടെ 15, 17 അതുപോലെ തന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 35ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പൊ 2 ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കിടക്കുന്നുണ്ട്. നിങ്ങൾ അത് 2 എണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇവിടെ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ് എന്നുള്ളതാണ്. ഈ 2 ഭാഗവും ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി 1 മാത്രമേ നിങ്ങൾ ഫില്ല് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെത് ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ടേബിൾ ഇതേപോലെ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മാച്ച് ചെയ്യുന്ന പോലെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കറക്റ്റ് ആയത് കോളത്തിന് നേരെ എഴുതി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതുപോലത്തെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇത് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട് 2 മാർക്കിന്റെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2 മാർക്കിന്റെ ഒരു ചോദ്യത്തിൽ തന്നെ നിങ്ങൾ ഒരു സെന്റൻസോ 2 സെന്റൻസിലോ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. സെക്ഷൻ സിയിലാണ് വരുന്നത്. അപ്പൊ അത് എങ്ങനെയാണ്, സ്റ്റേറ്റ് എനി 2 റിലാക്സേഷൻ അവൈലബിൾ അണ്ടർ ദ കമ്പനി ആക്ട് 2013 ടു ആ 1 person കമ്പനി. അപ്പൊ അത് നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് 1-2 സെന്റൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ 2 റിലാക്സേഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 എണ്ണം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓർ ക്വസ്റ്റ്യൻസും ഇതിൽ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇത്തരത്തിലുള്ള ചോദ്യമായിരിക്കും 2 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് വരുന്നത്. ഇനി 3 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നിന്ന് നിങ്ങളെടുത്ത് എഴുതാനാണ് പറയുന്നത്. 43ാമത്തെ ചോദ്യവും നിങ്ങൾക്ക് 3 മാർക്കിന്റെ ചോദ്യമാണ്. വലിയൊരു പാസേജ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നൊരു ചോദ്യം തന്നിരിക്കുകയാണ്. ഐഡന്റിഫൈ ദ വേരിയസ് എലമെന്റ്സ് ഓഫ് ഡിറക്റ്റിംഗ് മെൻഷൻഡ് ഇൻ ദ എബവ് പാരഗ്രാഫ് ബൈ കോട്ടിംഗ് ലൈൻസ് ഫ്രം ദ പാരഗ്രാഫ്. അപ്പം ഈ ഒരു പാരഗ്രാഫിൽ തന്നിരിക്കുന്ന പോലെ ഡിറക്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള അതിന്റെ എലമെന്റ്സിനെ ആണ് നിങ്ങളെടുത്ത് എഴുതാൻ പറഞ്ഞത്. ഒരു പേജിൽ ഒരു അര ഭാഗമെങ്കിലും നിങ്ങൾ 3 മാർക്കിന്റെ ചോദ്യത്തിന് ആൻസർ കൊടുക്കുക.
അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് 3 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി 5 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഇതേപോലെയാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആൻഡ് പബ്ലിക് കോർപ്പറേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫോളോയിങ്: എസ്റ്റാബ്ലിഷ്മെന്റ്, ലീഗൽ സ്റ്റാറ്റസ്, ക്യാപിറ്റൽ, മാനേജ്മെന്റ്, കൺട്രോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇതിനെയൊക്കെ എന്ത് ചെയ്യാനാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇതേപോലെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. വാട്ട് ആർ ദ റീസൺ ട്രെൻഡ്സ് ഇൻ റിക്രൂട്ട്മെന്റ്? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. റിക്രൂട്ട്മെന്റിനെ ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും 5 മാർക്കിന് നിങ്ങൾക്ക് വരിക. അതുപോലെ ചോദ്യവും നിങ്ങളൊന്ന് നോക്കി വെക്കുക. 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇത്രയാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പം ബിസിനസ് സ്റ്റഡീസിൽ ഏകദേശം എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങൾ വരും, എത്ര ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിസിനസ് സ്റ്റഡീസിന്റെ ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കിയിട്ട് 2024 ഏപ്രിൽ ബാച്ചിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം എക്സാം കഴിഞ്ഞിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് ഏതാണ്? 2024 ഒക്ടോബർ ബാച്ച് ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഏപ്രിൽ ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതുകൂടെ ഒന്ന് ജസ്റ്റ് കാണുക. അതിൽ ഇതേപോലെ ആയിരിക്കില്ല, ക്വസ്റ്റ്യനും ആൻസേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ അതൊരു ലൈവ് സെഷൻ ആയിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇപ്പൊ എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.